അപ്സര ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാലറ്റ് ഇന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ വാലറ്റിൽ ഇന്നും അപ്സര ചേച്ചിയുടെ ഒരു ഫോട്ടോയുണ്ട്. കാരണം ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ലൊക്കേഷനിലൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഈ സീനിലത്തേക്കൊക്കെ പൗച്ച് എടുക്കുമ്പോൾ എല്ലാവരും നോക്കും, എന്നൊരു അപ്സര ചേച്ചിയുടെ ഫോട്ടോ. ഞാൻ പറയാം, അത് അതിനകത്ത് വെക്കടാ, അത് അതിനകത്ത് ഇരിക്കേണ്ട സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാലറ്റിൽ എപ്പോഴും വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് എൻ്റെ ലൈഫിൽ സീരിയലിൽ ഒരു ടേണിങ് അപ്പ് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരിയാണ്. കാരണം പുള്ളിക്കാരിയാണ് മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന പ്രോജക്റ്റിലെ റൈറ്റർ. പുള്ളിക്കാരിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ലേഡിയുടെ പ്രോജക്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ നെഗറ്റിവിറ്റി ഇല്ല. ആര് പറഞ്ഞാലും എനിക്കൊരു നെഗറ്റിവിറ്റി ഇല്ല. പുള്ളിക്കാരിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പുള്ളിക്കാരിയാണ് എന്നെ അഭിനയിക്കാനായാലും ഓരോ കാര്യങ്ങളും. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഡയറക്ടറിന്റെ ഇഷ്യൂല് ഞാനിരുന്ന് കരഞ്ഞപ്പോൾ പോലും എന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റും, നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അപ്സര ചേച്ചിയാണ്. ഈ ഒരു 6 പേര് എന്നും അല്ലേ യെസ് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പം ഇപ്പോ ഫാമിലിയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ സീരിയലിന്റെ കാര്യം പറഞ്ഞു. ഇനി സിനിമയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ സിനിമയൊക്കെ കാണുമല്ലോ കുറെ ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായാണ് എന്നൊക്കെ. ഇപ്പൊ സീരിയലിൽ ഓൾറെഡി നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. സിനിമയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പോകുന്ന ലൊക്കേഷൻ ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ചിരിച്ചും മരിക്കും. ലൂസിഫറാണ്. ലൂസിഫറിൽ അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും, എന്തുവാട്ടെ മറ്റേ പാർട്ടിക്കാരുടെ സീനിലേറ്റ് ബാക്കി നിൽക്കാനാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, രാജേഷ് ഏട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അതിലെനിക്ക് ടോവിനോടെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനാണ് ഞാൻ പോകുന്നത്. പക്ഷെ അന്ന് അവര് പ്രതീക്ഷിച്ച വണ്ണോ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പൊ എല്ലാരും എന്നെ കളിയാക്കും. ഒരുപാട് പേര് 2500 പേരൊക്കെ നിൽക്കുന്ന ഒരു സീനുണ്ടോ, അതിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കാനാണോ. അതുകൊണ്ട് ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ രഹസ്യം. ഇപ്പൊ അത് വരെ നാറ്റിക്കരുത് കേട്ടോ. അല്ല ചേച്ചി, നല്ല പ്രോജക്ട്സ് ആണെങ്കിൽ, ഇപ്പം എനിക്ക് സിനിമയൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ കൊമ്പത്തെ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയാ, ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയാലും നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഞാനത് ചെയ്യാൻ ഓക്കെയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതിനോടൊരു വെറുപ്പില്ല. പണ്ടാണെങ്കിൽ ഞാൻ സീരിയൽ മാത്രം എന്ന് പറയായിരുന്നു. ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്ലൈയിങ് എവിടെയാണ് ഇരിക്കുന്നത് നമുക്കല്ല അറിയുന്നത്, ദൈവത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ദൈവഭക്തയാണ്. അപ്പം ഞാൻ വിധിയിലും ഇതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു ആളാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കേണ്ടതായാലും അതിലൊരു പാർട്ടാണ്. ഞാനൊരു മഹാദേവ ഭക്തയാണ്, ഞാനൊരു ശിവഭക്തയാണ്. എനിക്ക് എന്ത് വന്നാലും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതും, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഓം നമഃ ശിവായ ഒരു 108 തവണയൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. ചിലപ്പോ